സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കീക്കാവ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ശ്രീ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു ആകുന്നു നമ്മുടെ സമ്പത്ത് എന്നതിനാസ്പദമായി അല്പസ്വല്പം പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. സ്തോത്രം. അവർ വെൽത്ത് ഈസ് ജീസസ് ക്രൈസ്റ്റ്. പാർട്ട് 1 കുറച്ച് സംസാരിക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. താങ്കളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുക്രിസ്തു ആകുന്നു നമ്മുടെ സമ്പത്ത്. കാരണം ദൈവം മനുഷ്യനെ നോക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് അധികാരാവകാശം തന്നത് ക്രിസ്തുവാണ്. പാപം ചെയ്ത് ആദമാവ ഏദൻ തോട്ടത്തിന് പുറത്തായെങ്കിൽ, ആദമ പരമ്പര മുഴുവൻ പാപത്തിലായെങ്കിൽ, സ്തോത്രം 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 സ്തോത്രം, ആ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ യേശുക്രിസ്തു തൻ്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഇവിടെ സ്വർഗീയ പ്രവേശനം തടസ്സപ്പെട്ട ആദാമിനും പരമ്പരയും എല്ലാവരും സ്വർഗത്തിലേക്ക് കയറ്റുവാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശുക്രിസ്തു തൻ്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്തു. താണുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് വിലയായി തൻ്റെ മുഴുവൻ രക്തവും കാൽവറിയിൽ ഒഴുക്കി. തിരുവചനം പറയുന്നു, അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്ന പഞ്ഞു പോലെ വെണ്മയായിത്തീരും. സ്തോത്രം. നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശു തൻ്റെ മുഴുവൻ രക്തവും കാൽവറിയിൽ ചിന്തി. കാൽവറിയിൽ നോക്കി മൂപ്പന്മാർ പറഞ്ഞു, ക്രൂസിൽ നിന്ന് ഇറങ്ങുക, എന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. യേശുവിന് ക്രൂസിൽ നിന്ന് വേണമെങ്കിൽ ഇറങ്ങി വരാമായിരുന്നു. യേശു അങ്ങനെ ചെയ്ത് നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുകയില്ലായിരുന്നു. തലേന്നാൾ ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശു ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, കഴിയുമെങ്കിൽ പാനമാത്രം എനിക്ക് നീക്കി തരണമേ. അല്ല, ഈ ക്രൂശീകരണം നടക്കണമെങ്കിൽ നാ താനെ തന്നെ നടക്കട്ടെ, സംഭവിക്കട്ടെ. തനിക്ക് വേണമെങ്കിൽ ദൂതന്മാരെ കാവൽ നിർത്തി യഹൂദന്മാരും രക്ഷപ്പെടാമായിരുന്നു. അതിന് അധികാരാവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു പിതാവിശ്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തിരുവചനം പറയുന്നു, പുത്രനനുസരിക്കുന്നതിന് നിത്യജീവനുണ്ട്, പുത്രനനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. മത്തായി 28:19. സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ചിട്ടാണ് സ്നാനം ഏൽക്കേണ്ടത്. 3 മാസമായ കുട്ടിയല്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ 42 വരെ കാണുന്നു. മാനസാന്തര സ്നാനം, ആത്മസ്നാനം, വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പന്നുറുക്കൽ, അപ്പോസ്തല ഉപദേശം കേൾക്കൽ. ആദ്യം പാപമോചനത്തിനായി മാനസാന്തരപ്പെടണം, മനസ്സിനൊരു മാറ്റം വരുത്തണം, അപവിധത്തിനോട് വിട പറയണം, പിന്നെ ആത്മസ്നാനം ലഭിക്കണം, ആത്മസ്നാനത്തിന് ശേഷം വിശുദ്ധ ജീവിതം നയിക്കണം. ആദ്യം മാനസാന്തരം, പിന്നെ സ്നാനം, പിന്നെ ആത്മസ്നാനം, പിന്നെ വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പന്നുറുക്കൽ, അപ്പോസ്തല ഉപദേശം കേൾക്കൽ. ഇതിലൊക്കെ നിലനിന്നാൽ സ്വർഗം കൈവിടുകയില്ലാട്ട. സ്വർഗം കരുതും, സ്വർഗം സംരക്ഷിക്കും. സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൽ തീമതിയായിട്ട് സ്വർഗമുണ്ട്. ദൈവത്തിന്റെ ഭക്തനായി കഴിഞ്ഞു. പിന്നീട് മുന്നേറെ കൃപട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൂതന്മാർ ഭക്തന്മാരെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി ദൂതസഞ്ചാരമുണ്ട്. അശൂർ പാളയത്തിൽ ഒരു ദൂതൻ 1,85,000 വെട്ടിക്കൊന്നു. ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറവാദിക്ക് വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരുന്നു. ഒറ്റ ദൂതം മതി ആ കല്ല് അവിടുന്ന് മാറ്റാം. ഒരു കല്ല് അവിടുന്ന് മാറ്റാം. ഒരേ ഒരു ദൂതം വന്ന കല്ല് മാറ്റി ആ കല്ലിന് മീതെ ഇരുന്നു, വീണ്ടും യഥാസ്ഥാനത്ത് വയ്ക്കാതിരിക്കാൻ. സ്തോത്രം. അപ്പൊ അത്ര പവറുള്ളതാണ് ഒരു ദൂതന്. ഓരോ ദൈവമക്കളുടെ കൂടെയും 2 ദൂതന്മാരെയും ചുരുങ്ങിയതുണ്ട്. ഒരു ദൂതന്റെ ശക്തി മനസ്സിലായല്ലോ. സ്തോത്രം. ആ കർത്താവിന്റെ ദൂതന്മാർ ചില ഭക്തന്മാരെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി ദൂതസഞ്ചയം കാവലുണ്ട്. അഗ്നിരഥങ്ങളും അഗ്നിയാശങ്ങളും, അത് തീ കൊണ്ടുള്ള രഥങ്ങളും തീ കൊണ്ടുള്ള കുതിരകളും അഗ്നി ചുറ്റുമുണ്ട്. നീ ഒരു ദൈവത്തിലാണ്, ഞാൻ നിങ്ങളുടെ ദൈവത്തിലാണെങ്കിൽ അമ്മത്തോട് ഒരു ശക്തിക്ക് സാധ്യമല്ല ദൈവം രചിക്കാതെ. കർത്താവിന്റെ മത്തായി 28:19. കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം. കൽപ്പന എനിക്ക് അനുസരിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. സാധപ്പെടാണ്ട് വിശ്വസിക്കുന്നവർക്കാണ്. കൽപ്പനകളനുസരിച്ച്, കർത്താവിന്റെ ആജ്ഞകളനുസരിച്ച് ദൈവം നാളും കൈവിടുകയും ഉപേക്ഷിക്കുമില്ല. കർത്താവ് തിരുവചനത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ കർത്താവിനെ സമർപ്പിക്കാം. സ്തോത്രം. എന്നെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരത്തെ സ്വർഗ്ഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കാം, അവനെ ആരാധിക്കാം, മുഴുവൻ അവന് കരയറ്റമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കീക്കാവ്.